ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷന്മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ ഭൗതിക ശരീരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചു. ശേഷം വിലാപയാത്ര ഉണ്ടായിരിക്കും. 21-ാം തീയതിയാണ് കബറടക്ക ശുശ്രൂഷകൾ നടക്കുക. അശ്വതി, ഭൗതികദേഹം ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിലാപയാത്രയും കബറടക്ക ശുശ്രൂഷകളും? ഫിജി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ എത്തിച്ചിരിക്കുകയാണ്. 12 മണിക്കാണ് വിലാപയാത്ര പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. തിരുവല്ല സഭാ ആസ്ഥാനത്താണ് മറ്റ് ചടങ്ങുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 8 മണിയോടെ വിവിധ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. 20-ാം തീയതിയാണ് പൊതുദർശനം പറഞ്ഞിരിക്കുന്നത്. ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിലായിരിക്കും ഈ പൊതുദർശനം ഉണ്ടായിരിക്കുക. അതിനുശേഷം 21-ാം തീയതി 11 മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം ഉണ്ടാവുക. 9 മണിക്ക് 7-ാം ശുശ്രൂഷ ഉണ്ടാകും. 10 മണിക്ക് പള്ളിയിലേക്കുള്ള വിലാപയാത്രയും 11 മണിക്ക് ഖബറടക്ക ശുശ്രൂഷയും. 21-ാം തീയതിയാണ് ഇത്തരത്തിൽ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്. വിദേശത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപകടത്തിൽ പരിക്കേറ്റ അദ്ദേഹത്തിന് വിവിധ ചികിത്സകളും ശസ്ത്രക്രിയകളും അവിടെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് അവിടെ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് വിവിധ മരണാനന്തര ശുശ്രൂഷകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരി.